2025 അവസാനിക്കുമ്പോൾ പുതുവർഷം പുതിയ കലണ്ടറുകളും പ്രതിജ്ഞകളും മാത്രമല്ല വാഗ്ദാനം ചെയ്യുന്നത്. 2026 ജനുവരി 1 മുതൽ കർഷകരെയും ശമ്പളക്കാരായ പ്രൊഫഷണലുകളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന നിരവധി നയപരവും നിയന്ത്രണപരവുമായ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ, ഇന്ധനവില നിർണയം, വിവിധ സർക്കാർ പദ്ധതികൾ എന്നിവയിൽ ബാങ്കിംഗ്, നികുതി, ഗാർഹിക ബജറ്റുകൾ എന്നിവയെ ബാധിക്കുന്ന സാമ്പത്തിക നിയമമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാൻ ആധാർ ലിങ്കിംഗ് നിർബന്ധമാണ്. പാൻ കാർഡും ആധാറും ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിംഗ്, സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അക്കൗണ്ട് മരവിപ്പിക്കലും സേവന തടസ്സങ്ങളും ഒഴിവാക്കാൻ ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇത് നികുതി ഫയലിംഗ്, റീഫണ്ടുകൾ, പ്രധാന ബാങ്കിംഗ് സേവനങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സുരക്ഷിതമായി തുടരാൻ എത്രയും വേഗം പാൻ ആധാർ ലിങ്കിംഗ് പൂർത്തിയാക്കണം. പ്രതിവാര ക്രെഡിറ്റ് സ്കോർ അപ്ഡേറ്റുകൾ. നിലവിലുള്ള 15 ദിവസത്തെ സൈക്കിളിന് പകരം ക്രെഡിറ്റ് ബ്യൂറോകൾ എല്ലാ ആഴ്ചയും ഉപഭോക്തൃ ഡേറ്റ പുതുക്കും. ഇതിനർത്ഥം വായ്പാ തിരിച്ചടവുകളോ വീഴ്ചകളോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ വളരെ വേഗത്തിൽ പ്രതിഫലിക്കും. ഇത് വായ്പാ യോഗ്യതയെ തന്നെ നേരിട്ട് ബാധിച്ചേക്കാം. പുതുക്കിയ LPG ഇന്ധന വിലകൾ. ഗാർഹിക, വാണിജ്യ LPG സിലിണ്ടറുകളുടെയും ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെയും വിലകൾ ജനുവരി 1 പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഗാർഹിക ബജറ്റുകളെയും വിമാന നിരക്കുകളെയും ബാധിച്ചേക്കാം. PM കിസാൻ കർഷക ഐഡികൾ. PM കിസാൻ പദ്ധതിക്കായി സർക്കാർ ഒരു പുതിയ കർഷക ID സംവിധാനം അവതരിപ്പിച്ചു. ഈ ഡിജിറ്റൽ ID കർഷകരുടെ ഭൂമിരേഖകൾ, വിളവിവരങ്ങൾ, ആധാർ, ബാങ്ക് വിശദാംശങ്ങൾ എന്നിവ ബന്ധിപ്പിക്കുന്നു. നിലവിലുള്ള ഗുണഭോക്താക്കളെ ഇത് ബാധിക്കില്ല. എന്നാൽ പ്രതിവർഷം 6000 രൂപ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്നതിന് പുതിയ അപേക്ഷകർ രജിസ്റ്റർ ചെയ്യണം. പുതിയ ആദായ നികുതി റിട്ടേൺ അഥവാ ITR ഫോമുകൾ. ജനുവരി മുതൽ നികുതിദായകർക്ക് പുതുക്കിയ ആദായ നികുതി റിട്ടേൺ അഥവാ ITR ഫോം പ്രതീക്ഷിക്കാം. ഫയലിംഗ് പ്രക്രിയ ലളിതമാക്കുന്നതിനൊപ്പം പിശകുകളും ഒഴിവാക്കലുകളും കുറയ്ക്കുന്നതിനും സൂക്ഷ്മ പരിശോധന വർദ്ധിപ്പിക്കാനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. ഏപ്രിൽ മുതൽ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി പുതുക്കിയ നികുതി ഫോമുകളും അസസ്മെന്റ് നടപടികളും അടക്കം ആദായ നികുതി നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ ജനുവരിയിൽ തന്നെ ആരംഭിക്കും. ഡിജിറ്റൽ പേയ്മെന്റ് സുരക്ഷ. വാട്സാപ്പ്, ടെലഗ്രാം പോലുള്ള മെസ്സേജിംഗ് ആപ്പുകളിൽ തട്ടിപ്പ് തടയുന്നതിനായി UPI ഇടപാടുകളിൽ കർശനമായ പരിശോധനകളും കൂടുതൽ ശക്തമായ SIM വെരിഫിക്കേഷൻ മാനദണ്ഡങ്ങളും ബാങ്കുകൾ നടപ്പിലാക്കും. തൊഴിലുറപ്പ് നിയമം. 2025 ഡിസംബർ അവസാനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതുക്കിയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി നിയമം പാർലമെന്റ് പാസാക്കി. 2026 ജനുവരി 1 മുതൽ ഗ്രാമീണ തൊഴിൽ അവകാശങ്ങളിൽ ഘടനാപരമായ മാറ്റം നിലവിൽ വന്നു.